Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതിന്റെ ടൈപ്സ്, പിന്നെ ആൻഡ് ഓർ, പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണ് മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Reasoning is a process that helps us to arrive at a conclusion from known statements and assertions by using laws of logic. ലോജിക്കിന്റെ ലോസ് ഓഫ് ലോജിക് യൂസ് ചെയ്തിട്ട് നമ്മൾ അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അസേർഷൻസിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താണ്. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്നതാണ് ഈ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നോൺ വാലിഡ് അസംഷൻസ് ആയിരിക്കും. അത് ഈ ലോസ് ഓഫ് ലോജിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നോൺ വാലിഡ് അസംഷൻസ്, വാലിഡ് ആയിട്ടുള്ള അസംഷൻസ് ആണ് നമുക്ക് അറിയാവുന്ന, നോൺ ആയിട്ട്. ഇൻസ്റ്റിങ്ക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ടുള്ള വാലിഡ് അസംഷൻസ് ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ്സ്, പ്രൊപ്പോസിഷൻ. എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? A sentence is called mathematically acceptable statement if it is either true or false but not both. Okay, ഒരു സെന്റൻസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക, ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. പക്ഷെ ഒരിക്കലും രണ്ടും കൂടി സൈമൾട്ടേനിയസ് ആയിട്ട് ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. It cannot be true and false simultaneously. ഇപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രൂ ആൻഡ് ഫാൾസ് ഒരേ സമയം ഒരിക്കലും ആവാൻ പറ്റില്ല. ഈ ലോനെ പറയുന്ന, സ്പെസിഫിക്കലി ഈ ഒരു ലോനെ പറയുന്നതാണ് എക്സ്ക്ലൂഡഡ് മിഡിൽ ലോ. ഓക്കെ, അതായത് സ്റ്റേറ്റ്മെന്റ് cannot be true and false simultaneously. അതിനെ പറയുന്നതാണ് ലോ ഓഫ് ദ എക്സ്ക്ലൂഡഡ് മിഡിൽ. A true statement is called a valid statement. പിന്നെ അത് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ആ ട്രൂ സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് വാലിഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇറ്റ് ഇസ് നോട്ട് ട്രൂ, ഫാൾസ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയല്ലോ? വാലിഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രൂ സ്റ്റേറ്റ്മെന്റ്, അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഡിനയൽ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് പി ഇസ് കോൾഡ് ഇറ്റ്സ് നെഗേഷൻ. ഡിനയൽ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന് പറയുന്നതാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നോട്ട് പി എന്നാണ് നമ്മൾ സ്പെൽ ചെയ്യുക. ഓക്കെ, നോട്ട് പി, അതാണ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ എനി ഓഫ് ദ ഗിവൺ ഫോംസ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏതെങ്കിലും ഈ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ ഫസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടും സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിപ്പോൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇത് നോട്ട് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നോട്ട് പി എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. പി ഫാൾസ് ആണെങ്കിൽ നോട്ട് പി എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. A statement that cannot be broken into two or more statements. അതിനെയാണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലെ? A statement that cannot be broken into two or more statements. അതെയാണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? A statement formed by combining two or more simple statements. അപ്പൊ സിമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, അത് ഒരിക്കലും നമുക്ക് two or more statementsലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടോ രണ്ടിൽ കൂടുതലോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. സ്പെഷ്യൽ വേർഡ്സ് ഓർ ഫ്രേസസ്. Special words or phrases എന്ന് പറയുമ്പോൾ some of the connecting words that are found in compound statements like and, or, etc. are often used in mathematical statements. These are called connectives. അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ ഇതേപോലെ റിലേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ, നമ്മളിപ്പോൾ പറഞ്ഞു രണ്ടോ രണ്ടിൽ കൂടുതൽ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഈ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആൻഡ്, ഓർ ഇതേപോലെ നമ്മൾ ഓരോ സ്പെഷ്യൽ വേർഡ്സ് ഓഫ് ഫ്രേസസ് യൂസ് ചെയ്യും. ഓക്കെ, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇതിനെ പറയുന്നതാണ് കണക്റ്റീവ്സ് എന്ന്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ ആൻഡ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻഡ് ഇസ് ട്രൂ ഇഫ് ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അതായത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ആൻഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രൂ, ആ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എപ്പോഴാണ് ട്രൂ ആയിരിക്കുക? അതിലത്തെ എല്ലാ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആയിരിക്കും. ഓക്കെ, ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻഡ് ഇസ് ഫാൾസ് ഇഫ് എനി ഓഫ് ഇറ്റ്സ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫാൾസ് ആവണമെങ്കിൽ എന്താ? ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയാൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ജസ്റ്റ് ആ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ അറിയാം. ഇപ്പൊ സപ്പോസ് പിയും ക്യൂവും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ പി ആൻഡ് ക്യൂ
അപ്പോൾ ഇതാണ് നമ്മൾ നൊട്ടേഷൻ ആൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ രണ്ടും ട്രൂ ആണെങ്കിൽ, പിയും ക്യൂയും ട്രൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂ ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിലോ അതിൽ എന്തായാലും പി ആൻഡ് ക്യൂ ഫാൾസ് ആയിരിക്കും. സോ ഈ ബാക്കി 3 കേസിലും ഫാൾസ് ആയിരിക്കും. കാരണം ട്രൂ ഫാൾസ് ഫാൾസ് ട്രൂ രണ്ടും ഫാൾസ് എന്ന് പറയുമ്പോൾ എല്ലാം ഫാൾസ് ആയിരിക്കും. നെക്സ്റ്റ് കൺജങ്ഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ടു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് പി ആൻഡ് ക്യൂ ആർ കമ്പൈൻഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ആൻഡ് യൂസ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ, അത് തന്നെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ടു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് പി ആൻഡ് ക്യൂ ആർ കമ്പൈൻഡ് ബൈ ദ കണക്റ്റീവ് ആൻഡ്, ഓക്കെ, അതിനെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഇതാണ്. then the compound statement p and q so formed is called a conjunction. okay, അപ്പോൾ പിയും ക്യൂയും, പി ആൻഡ് ക്യൂ, അതിനെ പറയുന്നതാണ് എന്ത്, കൺജങ്ഷൻ. നെക്സ്റ്റ് ഓർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓർ എന്ന് പറയുന്നത് the compound statement with or is true when one or all the compound statements are true. ക്ലിയർ ആയല്ലോ? അതായത് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഓൾ ട്രൂ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേസിൽ ഒരെണ്ണം ട്രൂ ആണ്, ഒരെണ്ണം ട്രൂ ആണ്, ഫസ്റ്റ് കേസിൽ രണ്ടും ട്രൂ ആണ്, അപ്പോൾ ആ കേസിൽ എല്ലാത്തിലും ട്രൂ ആണ്, ലാസ്റ്റ് കേസിൽ രണ്ടും ഫാൾസ് ആയതുകൊണ്ട് മാത്രം ഫാൾസ്. The compound statement with or is false when all the compound statements are false. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, രണ്ടും ട്രൂ ആണെങ്കിലും ട്രൂ ആയിരിക്കും, രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രം ഫാൾസ് ആയിരിക്കും. ഇനി ഡിസ്ജങ്ഷൻ ഓർ ഓൾട്ടർനേഷൻ, നേരത്തെ കൺജങ്ഷൻ ആൻഡ് യൂസ് ചെയ്തിട്ടാണ് കൺജങ്ഷൻ പറഞ്ഞത്. ഇവിടെ ഡിസ്ജങ്ഷൻ ഓർ ഓൾട്ടർനേഷൻ. ഇഫ് ടു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് പി ആൻഡ് ക്യൂ ആർ കമ്പൈൻഡ് ബൈ ദ കണക്റ്റീവ് ഓർ, അപ്പോൾ ആൻഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് അപ്സൈഡ് ഡൗൺ പോലെ തന്നെ നൊട്ടേഷൻ. So or എന്ന് പറയുന്നത് then the compound statement p or q so formed is called a disjunction അല്ലെങ്കിൽ alternation എന്ന ടേമും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വാണ്ടിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. ഫ്രേസസ് വിച്ച് ആർ ഫ്രീക്വന്റ്ലി ഫൗണ്ട് ഇൻ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് there exists, അതിന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണിത്. ഫോർ ഓൾ, ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിനാണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഫ്രേസസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, there exists, ഫോർ ഓൾ, ഇതിനെയാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയാറ്. ഇനി നോട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. Tautology എന്ന് പറയുന്നത് the compound statements which are true for every value of their components, അതിനെയാണ് tautology എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? the compound statements which are true for every value of their components. compound statementsലെ ഓരോ കമ്പോണൻസിന്റെ ഏതൊരു വാല്യൂനും ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ അപ്പോൾ അതാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാലസി എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഫാൾസ് ഫോർ എവറി വാല്യൂ ഓഫ് ദെയർ കമ്പോണൻസ്. ഇപ്പോൾ കമ്പോണൻസ് ഏത് വാല്യൂസിനും, എല്ലാ വാല്യൂസിനും എല്ലാം, അതായത് ഇപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാ കമ്പോണൻസിന്റെ എല്ലാ വാല്യൂനും ഈ പറയുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, കോൺട്രഡിക്ഷൻ ഓർ ഫാലസി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ലോസ് ഓഫ് ആൾജിബ്ര ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താ നോക്കി, അതിന് ലോസ് ഓഫ് ആൾജിബ്രയാണ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് അതിൽ കുറച്ച് ലോസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഐഡം പൊട്ടന്റ് ലോ, അതായത് പി ആൻഡ് പി എന്ന് പറയുന്നത് ഈക്വലന്റ് ടു പി ആണ്. അതേപോലെ പി ഓർ പി ഇസ് ഈക്വലന്റ് ടു പി. നെക്സ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ, അതായത് പി ഓർ ക്യൂ ഇസ് ഈക്വലന്റ് ടു ക്യൂ ഓർ പി. അതേപോലെ പി ആൻഡ് ക്യൂ ഈക്വലന്റ് ടു ക്യൂ ഓർ പി, ക്യൂ ആൻഡ് പി, സോറി, അതായത് ഓറും ഇവിടെ ഓറിന്റെ കേസും ആൻഡിന്റെ കേസും സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അസോസിയേറ്റീവ് ലോ, പി ആൻഡ് ക്യൂ ആൻഡ് ആർ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ബ്രാക്കറ്റ്സ് ഓർഡർ ചേഞ്ച് ചെയ്താലും പി ആൻഡ് ക്യൂ ആൻഡ് ആർ അത് ഈക്വലന്റ് ടു പി ആൻഡ് ക്യൂ ആൻഡ് ആർ തന്നെയാണ് രണ്ട് കേസിലും. ഓക്കെ, അതേപോലെ തന്നെ ഓറിന്റെ കേസും ആൻഡിന് പകരം ഓർ റീപ്ലേസ് ചെയ്താലും സെയിം. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് പി ആൻഡ് ക്യൂ ഓർ ആർ എന്ന് പറയുന്നത് എന്താണ്, പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ആൻഡ് ഓപ്പറേഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെയാണ് ഓറിന്റെ കേസും. ഇനി ഡി മോർഗൻസ് ലോ, ഇപ്പോൾ ഡി മോർഗൻസ് ലോ എന്ന് പറയുമ്പോൾ ഇതേപോലെ നെഗേഷൻ ഓഫ്, അതായത് ഇപ്പോൾ നമ്മളിത് ഓൾറെഡി നോട്ട് പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ നോട്ട് പി ആൻഡ് ക്യൂ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നോട്ട് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്താ, നോട്ട് പി ഓർ നോട്ട് ക്യൂ. ഓക്കെ, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അതേപോലെ തന്നെ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്താണ്, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ക്ലിയർ ആയി? അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ എന്താവും, ഈ ആൻഡ് എന്നുള്ളത് ഓറും, ഓർ ആണെങ്കിൽ ആൻഡ് ആവും, അങ്ങനെ. എന്നിട്ട് ഓരോന്നിനും നെഗേഷനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയി? നെക്സ്റ്റ് ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ എന്ന് പറയുമ്പോൾ പി ആൻഡ് ടി ഐ, ഓക്കെ, പി ആൻഡ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ ടിക്ക് ട്രൂ എഫ് ഫാൾസ് എന്ന് പറയുന്നത്, പി ആൻഡ് ടി എന്ന് പറയുന്നത് പി തന്നെയാണ്, പി ആൻഡ് ഫാൾസ് കൊണ്ട് എഫ് ആണ്. ഇനി പി ഓർ എഫ് എന്ന് പറയുന്നത് പി തന്നെയാണ്, പി ഓർ ടി എന്ന് പറയുന്നത് ടി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഐഡന്റിറ്റി ലോ എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ
ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ സ്റ്റേറ്റ്മെന്റ് കിട്ടും അല്ലെ. ഇപ്പൊ നമ്മൾ ബാക്കി ഈ ആൾജിബ്രൈക് ഓപ്പറേഷൻസ് നമ്മൾ പറയാറില്ലേ, ഇപ്പൊ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, അതിലൊക്കെ ഐഡന്റിറ്റി പറയാറില്ലേ, അതേപോലെ തന്നെയാണ്. കാരണം അത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഇവിടെ ഇപ്പോൾ ആൻഡ് ഓർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ കോംപ്ലിമെന്റ് ലോ എന്ന് പറയുമ്പോൾ പി ആൻഡ് നോട്ട് പി ഈക്വലന്റ് ടു എഫ് ആണ്, ആൻഡ് പി ഓർ നോട്ട് പി എന്ന് പറയുന്നത് ഈക്വലന്റ് ടു ടി. അങ്ങനെ കോംപ്ലിമെന്റ് ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ്, അതായത് പി ആണെങ്കിൽ നെഗേഷൻ പി ആണ് അതിന്റെ കോംപ്ലിമെന്റ് അല്ലെ. ഇനി എബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത് പി ഓർ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പി ആണ്, പി ആൻഡ് പി ഓർ ക്യൂ എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, എബ്സോർപ്ഷൻ ലോ. കണ്ടീഷണൽ ലോ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് ഇഫ്, അതായത് നമ്മളിപ്പോൾ പി ടെൻസ് ക്യൂ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇഫ് പി ദെൻ ക്യൂ ആണ് ഈ ഒരു നൊട്ടേഷന്റെ മീനിങ്. ഇഫ് പി ദെൻ ക്യൂ, അതായത് കണ്ടീഷണൽ ആയിട്ട് പറയില്ലേ, അതാണ് ഈ പി ക്യൂ എന്ന് മീൻ ചെയ്യുന്നത്. ഇഫ് പി ദെൻ ക്യൂ, അപ്പൊ അത് ഈക്വലന്റ് ടു നോട്ട് പി ഓർ ക്യൂ ആണ്. അതേപോലെ ബൈ കണ്ടീഷണൽ ലോ, അതായത് ഇതേപോലെ ബൈ കണ്ടീഷണൽ എന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഈക്വലന്റ് ടു if p then q and if q then p equivalent to not p or q and not q or p. അപ്പോൾ ഇത്രയും ലോസ് ആണ് ആൾജിബ്ര, അതായത് സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഇംപ്ലിക്കേഷൻസ് എന്താന്ന് നോക്കാം. നമ്മൾ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ ഫോം, അതായത് കണ്ടീഷണൽ എന്നും പറയാറുണ്ട്, അതായത് കണ്ടീഷൻസിന് ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇഫ് ദെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓൺലി ഇഫ് ആൻഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഓക്കെ, ഈ പറയുന്ന ഫ്രേസസ് എല്ലാം വരുമ്പോൾ, അതായത് ഇഫ് ദെൻ ഓൺലി ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഇതാണ് ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ശരിക്കും നമ്മളൊരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അല്ലെ. സോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയാറുണ്ട് ഇംപ്ലിക്കേഷൻസ്. അപ്പൊ ഇഫ് ദെൻ അതിൽ പറയുന്ന ഫസ്റ്റ് വൺ ആണ് ഇഫ് ദെൻ ഇംപ്ലിക്കേഷൻസ്. ഇഫ് ദെൻ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോംഡ് ബൈ ടു സ്റ്റേറ്റ്മെന്റ്സ് കണക്റ്റഡ് ബൈ ഇഫ് ദെൻ, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കണക്ട് ചെയ്തത് ഏത് യൂസ് ചെയ്തിട്ടാ, ഇഫ് ദെൻ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ദ ഇംപ്ലിക്കേഷൻ ഇഫ് പി ദെൻ ക്യൂ, ദിസ് ഇസ് ഡിനോട്ടഡ് ബൈ. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ, അതാണ് ഇഫ് ദെൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇഫ് പി ദെൻ ക്യൂ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് ഈ ഒരു ആരോ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് പി ദെൻ ക്യൂ. Then if and only if implications ആണ് second one, formed by two statements connected by if and only if. അതായത് the implication P if and only if Q. Okay, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് P. ഇപ്പൊ ഈ ഡബിൾ ഹെഡഡ് ആരോ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയല്ലോ. അപ്പൊ if, അതായത് P if and only if Q, അതാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് വൺ കോൺട്രാ പോസിറ്റീവ്. എന്താണ് ഈ കോൺട്രാ പോസിറ്റീവ്? ഒരു ഇംപ്ലിക്കേഷന്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്, സപ്പോസ് ഒരു ഇംപ്ലിക്കേഷൻ ഇഫ് പി ദെൻ ക്യൂ. ഓക്കെ, അപ്പൊ അതിന്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസിൽ സ്ഥിരം ചോദിക്കാറുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് എക്സാക്ട്ലി അത് എന്താണെന്ന് മനസ്സിലായാലേ അതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ആദ്യം ഇംപ്ലിക്കേഷൻ പറയുന്നത് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നത് ഒരു ഇംപ്ലിക്കേഷൻ. ഓക്കെ, അതിന്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, അതാണ് മീനിങ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പി, അതായത് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നത് എന്താ, നോട്ട് ക്യൂ, ദെൻ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ക്ലിയർ ആയല്ലോ. അത് ജസ്റ്റ് ഇങ്ങനെ നൊട്ടേഷൻസ് ബേസ് ചെയ്തിട്ട് ഇവിടെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. നെക്സ്റ്റ് ആണ് കോൺവേഴ്സ്. ഒരു ഇംപ്ലിക്കേഷന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത്, സപ്പോസ് ഇഫ് പി ദെൻ ക്യൂ, അതിന്റെ കോൺവേഴ്സ് എന്തായിരിക്കും? നേരെ തിരിച്ച് ഈ പിയും ക്യൂവും ജസ്റ്റ് റിവേഴ്സ് ചെയ്താൽ മതി. ഇഫ് ക്യൂ ദെൻ പി. ഓക്കെ, പി ആൻഡ് ക്യൂ സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിന്റെ കോൺവേഴ്സ് കിട്ടും. നെക്സ്റ്റ് വൺ ഇൻവേഴ്സ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഒരു, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇംപ്ലിക്കേഷൻ തന്നെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്, സപ്പോസ് ഇംപ്ലിക്കേഷൻ ഇഫ് പി ദെൻ ക്യൂ തന്നെയാണെന്ന് വിചാരിക്കാം. അതിന്റെ ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? ഇഫ് നോട്ട് പി ദെൻ നോട്ട് ക്യൂ. അതായത് പി എന്ന് പറയുന്നത് നോട്ട് പി ആവും, ക്യൂ എന്ന് പറയുന്നത് നോട്ട് ക്യൂ ആവും. രണ്ടിന്റെയും നെഗേഷൻ ആണ് അവിടെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരിക. നെക്സ്റ്റ് വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്.
Some general rules for checking whether a statement is true or not. Validating statements ആണ്. ഇപ്പോൾ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ ട്രൂ എന്ന് പറയുമ്പോൾ വാലിഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും അതിന് അല്ലെ. സോ അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യും. അതിൽ ഫസ്റ്റ് റൂൾ ആണ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് ആൻഡ്. ഓക്കെ, അതായത് സപ്പോസ് P and Q are two mathematical statements. To verify that the statement P and Q is true, follow these steps. അപ്പോൾ P യും Q യും രണ്ട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. P and Q ട്രൂ ആണെങ്കിൽ, അതായത് ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? Prove that statement P is true. Second step എന്താ? Prove that statement Q is true. Okay, ആദ്യം P ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക, then separate Q ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് ഓർ. ഇനിയിപ്പോൾ ഓർ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ P യും Q യും രണ്ട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ P ഓർ Q ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കേസ് 1 ചെയ്യേണ്ടത് ഇഫ് P is false Q must be true. അപ്പോൾ കേസ് 1, അതായത് P false ആണെങ്കിൽ എന്താണ്? Q ട്രൂ ആയിരിക്കണം. ഇനി then കേസ് 2 എന്ന് പറയുന്നത് നേരെ തിരിച്ചു, അതായത് Q false ആണെങ്കിൽ P must be true. ഓർ കേസ് ആണ്, അത് ശ്രദ്ധിക്കുക അല്ലെ. അപ്പോൾ P false ആണെങ്കിൽ Q must be true, Q false ആണെങ്കിൽ P must be true. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് റൂൾ 3 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് ഇഫ് ദെൻ. ഓക്കെ, ടു വാലിഡേറ്റ് ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് P then Q we need to verify at least one of the following cases. അപ്പോൾ സപ്പോസ് ഇഫ് ദെൻ വെച്ചിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യാൻ നമ്മൾ തന്നിരിക്കുന്ന കേസിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണം. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് P is true Q must also be true. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. P ട്രൂ ആണെങ്കിൽ Q ട്രൂ ആയിരിക്കണം. സോ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് P is true Q must also be true. അതാണ് കേസ്. കേസ് 2 എന്ന് പറയുന്നത് ഇഫ് Q is false P must also be false. അത് കോൺട്രാ പോസിറ്റീവ് മെത്തേഡാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോൺട്രാ പോസിറ്റീവ് മെത്തേഡിൽ Q false ആണെങ്കിൽ P also must be false. ഇനി റൂൾ 4 സ്റ്റേറ്റ്മെന്റ്സ് ഇൻവോൾവിംഗ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇപ്പോൾ സപ്പോസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അതിനെ വെരിഫൈ ചെയ്യാൻ, അതായത് P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ വെരിഫൈ ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് വൺ ഇഫ് P is true then Q is true. Second one if Q is true then P is true. Okay, അപ്പോൾ ഇത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, അപ്പോൾ അത്രയും 4 റൂൾസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ബേസ്ഡ് ഓൺ ഏതാണ്? ആൻഡ് ആണോ, ഓർ ആണോ, ഇഫ് ദെൻ ആണോ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണോ, അത് ബേസ് ചെയ്തിട്ടുള്ള റൂൾസും കാര്യങ്ങളും. അപ്പോൾ ഏത് കേസാണ് അത് ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ജസ്റ്റ് ഒരു ടോപ്പിക്, അതായത് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഹിയർ ടു ചെക്ക് വെദർ എ സ്റ്റേറ്റ്മെന്റ് P is true. അതായത് ബൈ കോൺട്രഡിക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. സ്റ്റേറ്റ്മെന്റ് P ഇവിടെ നമ്മളിപ്പോൾ സപ്പോസ് ട്രൂ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യേണ്ടത് P is not true എന്നാണ്. കോൺട്രഡിക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, കോൺട്രഡിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ്. അപ്പോൾ P ട്രൂ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് നോട്ട് P is true. P ട്രൂ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നോട്ട് P ട്രൂ ആണെന്ന് അല്ലെ. നെഗേഷൻ ഓഫ് P is true. Then we arrive at some result that contradicts our supposition. Sorry, ഇപ്പൊ നമ്മൾ ആദ്യം P ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നോട്ട് P ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്നിട്ട് ഈ നമ്മുടെ അസംഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ടിൽ നമ്മൾ അറൈവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും P is true എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? താങ്ക് യു.